അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നരച്ച മീശ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? നരച്ച മീശ കണ്ടാൽ, ഇനി മീശ മാത്രം കണ്ടാൽ, നരക്കാത്ത നരവും കറുപ്പും ഒരുമിച്ച് ഉള്ള മീശ കണ്ടാൽ, ഇതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. നരവില്ലാത്ത മീശ കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട്. താടി കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാ വിഷയങ്ങൾക്കും വ്യാഖ്യാനമായിട്ട് വ്യാഖ്യാതാക്കളായ മഹാനായ ഇബ്നു സീരീൻ എന്നവരെ പോലത്തെ, മുസദ്ദമീരി എന്നവരെ പോലത്തെ, നാബൽസി ഇമാമിനെ പോലത്തെ, അബൂ സഅദ് റഹിമഹുല്ലാഹിനെ പോലത്തെ ഒരുപാട് ആളുകൾ വ്യാഖ്യാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഖുർആനും ഹദീസൊക്കെ തെളിവായിക്കൊണ്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നവും അത് ഫലിച്ചോളണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതിന് വ്യാഖ്യാനവും പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ കാര്യം, ആ സ്വപ്നം നമ്മൾ കണ്ട ആ വ്യാഖ്യാനത്തിലുള്ള പോലെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല. കാരണം സ്വപ്നത്തിന് അതിൻ്റേതായ